മറ്റുള്ള കുട്ടികൾക്കൊപ്പം തന്നെ ക്ലാസ്സിലിരുന്ന് പഠിച്ച് ഒന്നും മനസ്സിലാകാൻ സാധിക്കാതെ പഠിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തലും വഴക്കും കേട്ട് ഒന്നും ചെയ്യാതെ പോയവരും ടീച്ചേഴ്സിന് മനസ്സിലാവാതെ പോയവരും ഉണ്ടാവാം. എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ? നമ്മുടെ സമൂഹത്തിൽ പലതരം കുട്ടികളാണ് ഉള്ളത്. എല്ലാവർക്കും ഒരേപോലെ എഡ്യൂക്കേഷൻ ലഭിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കുട്ടിയുടെ നോളജ് ലെവൽ അനുസരിച്ച് സ്പെഷ്യൽ ടെക്നിക്സ്, മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 3 മുതൽ 3.5 വയസ്സിലാണ് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നത്. ആദ്യം തന്നെ ADL സ്കിൽസ് ആണ്, ആക്ടിവിറ്റീസ് ഫോർ ഡെയിലി ലിവിങ്. കുട്ടിയുടെ ദൈനംദിന ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് കുട്ടിയുടെ സെൽഫ് ഹെൽപ്പ് സ്കിൽസ് ആണ് അതിൽ പ്രധാനമായും വരുന്നത്. അടുത്തതായി മോട്ടോർ സ്കിൽസ് ആണ്, അതായത് കുട്ടിയുടെ ഫൈൻ മോട്ടോർ അല്ലെങ്കിൽ ഗ്രോസ് മോട്ടോർ സ്കിൽസിനാണ് അവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് അക്കാഡമിക്സിലേക്ക് വരുമ്പോൾ പ്രീ അക്കാഡമിക് സ്കിൽസ് ആണുള്ളത്. അതിൽ പ്രീ അക്കാഡമിക്സ്, പ്രീ ലിംഗ്വിസ്റ്റിക്സ്, അതിൽ ജസ്റ്റ് കമാൻഡ് ഫോളോയിങ് ഉണ്ട്, ഐ കോണ്ടാക്ട്, ഇമിറ്റേഷൻ, പോയിന്റിങ്, പെൻസിൽ ഹോൾഡിംഗ്, ഗ്രാസ്പിംഗ്, ഗ്രിപ്പിംഗ്, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിനിങ് എല്ലാം ഈ സ്കിൽസിൽ പെടുന്നു. അക്കാഡമിക്സിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ വരുന്നത് റീഡിംഗ്, റൈറ്റിംഗ്, മെഷർമെൻറ്റ്, മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, ടൈം കോൺസെപ്റ്റ്, മണി കോൺസെപ്റ്റ് എന്നീ ഏരിയാസിനാണ് നമ്മൾ ട്രെയിനിങ് നൽകുന്നത്. അടുത്തതായി സോഷ്യൽ സ്കിൽസ് ആണ്. ഒരു കൂട്ടം ആളുകളിലേക്ക് കുട്ടി ചെല്ലുമ്പോൾ കുട്ടി എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ കുട്ടി എങ്ങനെ പെരുമാറണം എന്നീ കാര്യങ്ങളിലാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അടുത്തതായി ഡൊമസ്റ്റിക് സ്കിൽസ് ആണ്. കുട്ടി വീട്ടിലായിരിക്കുമ്പോൾ എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ കുട്ടി വീട്ടിലായിരിക്കുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നതിൽ ഡൊമസ്റ്റിക് സ്കിൽസിൽ ട്രെയിനിങ് നൽകാൻ നമുക്ക് സാധിക്കുന്നു. അതേപോലെ തന്നെ ഒരു കാര്യം കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു പരിധി വരെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കരിക്കുലം പോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ പറയുമ്പോൾ മ്യൂസിക്, ഡാൻസ്, യോഗ പോലുള്ള ആക്ടിവിറ്റീസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അതിനാൽ തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ IEP ആണ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഒരു കുട്ടി നമ്മളെ അടുത്തെത്തുമ്പോൾ കുട്ടീനെ കൃത്യമായി അസസ്മെൻറ്റ് നടത്തി കുട്ടിയുടെ കറണ്ട് ലെവൽ എന്താണ്, കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയില്ല എന്നതാണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ അസസ് ചെയ്യുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നമുക്ക് ഗ്രൂപ്പ് സെറ്റിങ്ങിലും ഇൻഡിവിജ്വൽ സെറ്റിങ്ങിലും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുവഴി കുട്ടിയുടെ എല്ലാ സ്കിൽസിനും ഒരു പരിധിവരെ ഡെവലപ്മെൻറ്റ് നൽകാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ കുട്ടിയുടെ പേരൻറ്റോ മറ്റ് തെറാപ്പിസ്റ്റുകളോ വിചാരിച്ചതുകൊണ്ട് മാത്രം കുട്ടിയിൽ ശരിയായ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുവാൻ സാധിക്കില്ല. അതിന് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സോഷ്യൽ എൻവയോൺമെൻറ്റ് കൂടി വളരുമ്പോഴാണ് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കുട്ടിയിൽ പൂർണ്ണമാകുന്നത്.